നമ്മുടെ രൂപതയിൽ കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ കുറച്ച് കാലങ്ങളായിട്ടുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നിരവധി തലങ്ങളിൽ ചർച്ചകൾ നടത്തുകയും അതിൽ ഏറെക്കുറെ, പൂർണ്ണമായിട്ടല്ല, ഏറെക്കുറെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരു സമവായ ഫോർമുല നമ്മുടെ സഭയുടെ തലവനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ടുള്ള മാർ ജോസഫ് പാംബ്ലാനി പിതാവും കൂടി ഉണ്ടാക്കി വിശ്വാസികളുടെ ഇടയിലേക്ക് അത് പ്രചരിപ്പിക്കുകയുണ്ടായി. അതിൽ പൂർണ്ണമായിട്ട് നമ്മൾ യോജിക്കുന്നില്ല. കുറേ കൂട്ടിച്ചേർക്കലുകൾ വളരെ അത്യാവശ്യമായിട്ട് ഉള്ളതായിട്ടാണ് ഞങ്ങൾക്കെല്ലാവർക്കും മനസ്സിലാവുന്നത്. ഒന്ന്, സഭയുടെ വിശേഷപ്പെട്ട ദിവസങ്ങളിലും ഇന്നിപ്പോൾ നമ്മുടെ സഭയുടെ മാർഗദർശിയായിട്ടുള്ള മാർ തോമാസ് ലീഗായുടെ ഓർമ്മ ദിനമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ 2 കുർബാനക്രമമാണ് നമ്മുടെ ഈ പള്ളിയിലുണ്ടായിരുന്നത്. വിവിധ പള്ളിയിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ അത് വിശ്വാസികൾക്ക് ഉതകുന്ന രീതിയിൽ വന്നു പോകാനും ഉള്ള സമയക്രമം പോലെ ഈ ഞായറാഴ്ചകളിലൊക്കെ നടക്കുന്ന കുർബാന, രാവിലെ നടക്കുന്ന 2 കുർബാനകളിൽ ഒന്ന് വിശ്വാസികൾക്ക് വരാനും പോകാനൊക്കെ ഉള്ള സൗകര്യാർത്ഥം ഒരു കുർബാന സിനഡ് കുർബാനയായിരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ഞങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഈ പറയുന്ന സർക്കുലർ കൂട്ടിച്ചേർക്കേണ്ട കാര്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ നമ്മുടെ പിതാക്കന്മാർ 6ാമത്തെ ഖണ്ഡികയിൽ, പുതിയ സർക്കുലർ 6ാമത്തെ ഖണ്ഡികയിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, പിതാക്കന്മാരും മറ്റുള്ള മേജർ ആർച്ച് ബിഷപ്പും പിതാക്കന്മാരും വരുമ്പോൾ ഏകീകൃത വിശുദ്ധ കുർബാന, അതായത് സിനഡ് കുർബാന അർപ്പിക്കാനുള്ള അവസരം പള്ളികളിൽ ഒരുക്കണമെന്നാണ്. അത് നല്ല കാര്യമാണ്. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ഈ പറയുന്ന മറ്റ് രൂപതകളിൽ നിന്നോ അല്ലെങ്കിൽ ഈ രൂപതയിൽ തന്നെ മറ്റു പല വൈദികരും ഈ വിശ്വാസികളുടെ ആവശ്യങ്ങളുമായിട്ട്, ഓരോ ഇടവക ജനത്തിൻ്റെ ആവശ്യങ്ങളായിട്ട് കല്യാണങ്ങളോ ഭരണാനന്തര ചടങ്ങുകളോ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെയും ഈ സിനഡ് തീരുമാനപ്രകാരമുള്ള കുർബാന അർപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും ഒരുക്കുവാൻ ഓരോ പള്ളികളിലെ വൈദികരും വികാരിമാരും അതിന് സന്നദ്ധമായിരിക്കണം എന്ന് തന്നെയാണ് വിശ്വാസികളെ സംബന്ധിച്ചുള്ള അഭിപ്രായം. അതോടൊപ്പം തന്നെ പിന്നെ ഈ പറയുന്ന പോലെ തന്നെ ഈ നമ്മുടെ സിനഡിൻ്റെ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന വേറെ ചില കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. അതിപ്പോൾ ഏതായാലും പറയുന്നില്ല. ഇപ്പോൾ തൽക്കാലം ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നമ്മളതിനെ ഭാഗികമായിട്ട് അംഗീകരിക്കുകയാണ്. ഈ കുർബാനക്രമം നടത്തി പയ്യെ ഇപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ ഈ പള്ളിയിൽ തന്നെ, ഇത് വല്ലം ഫറോനയിൽ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വല്ലം ഫറോനയിലെ വരുന്ന തോട്ടുവ സെൻറ്റ് ജോസഫ് ഇടവകയിലാണ്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും 100 ചില്ലാനും ആളുകളുണ്ടായിരുന്നു. അതൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത്, നിരവധി ആളുകൾ ഇനിയും വന്നതിന് ഈ സമയം ഇതായതുകൊണ്ടാണ്. പുതിയ തലമുറയിലെ കൊച്ചു കുട്ടികളടക്കമുള്ള ആൾക്കാർ ഒരു 10-20 പേരെ, ഞാൻ 25 പേരെങ്കിലും ഞാനിവിടെ എണ്ണിയിട്ടുണ്ട്. സന്യസ്തരുണ്ടായിരുന്നു. ഈ ഇടവകയിലെ വികാരി തന്നെ ഈ കുർബാന അർപ്പിക്കുന്ന ഒരു നല്ല ഒരു ശൈലി നമ്മൾ കാണും. അതിനെ നമ്മൾ പോസിറ്റീവായി കാണാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു വിഷയം, മുൻപ് ഉണ്ടായിരുന്നൊരു കാര്യം, കുർബാന ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ഇടവക വികാരി ലീവ് എടുത്ത് പോയിട്ട് വേറെ ഏതെങ്കിലും കോൺഗ്രിഗേഷനിൽ ആളെ കൊണ്ടുവന്ന് കുർബാന അർപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട്. അതൊക്കെ മാറ്റി നമുക്കൊരു നല്ല ശൈലിയിൽ കൊണ്ടും പൂർണ്ണമായിട്ടും സഭയുടെ തീരുമാനപ്രകാരമുള്ള കുർബാനയിലേക്ക് നമ്മൾ എത്തുന്നു. ഇതെല്ലാം പോസിറ്റീവാണ്. സത്യം തെളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മളെല്ലാവരും വിശ്വാസികളെല്ലാവരും ഒറ്റക്കെട്ടാണ്. നിരവധി സഭാനുകൂല സംഘടനകൾ ഇതിനു വേണ്ടി സമരമുഖത്തുണ്ട്, ഇന്നും ഉണ്ടായിരുന്നു. ആ സമരമുഖത്തിൽ നിന്ന സംഘടനകളുടെയൊക്കെ ഒരു പരിധിവരെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഭാഗികമായിട്ടൊരു വിജയമായിട്ട് ഇതിനെ കാണാം. അത് നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. ഇതിനെ ഞങ്ങൾ പൂർണ്ണമായിട്ടും അംഗീകരിച്ചില്ലെങ്കിലും ഭാഗികമായിട്ട് അംഗീകരിക്കുകയാണ്.